ഹലോ കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലാവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പണിക്കാണെങ്കിലും ആരും ഇല്ല, അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ പണികളൊക്കെ ആണെങ്കിലും ഞാൻ കുറേയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല രീതിയിൽ വെയിലാണ്, രാവിലെ തൊട്ട് നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ രാവിലെ വെയിലാണെങ്കിൽ പോലും തണുപ്പിന് ഒരു കുറവില്ല കേട്ടോ ഗൈസ്, രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ. കാരണം നല്ല തണുപ്പാണ്, പുറത്ത് നല്ല വെയിലാണെങ്കിൽ കൂടി നമുക്ക് നല്ല തണുപ്പായിരിക്കും. രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോഴൊക്കെ നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചാക്ക് ഉണ്ടല്ല, അപ്പോൾ ഈ ഒരു ചാക്കിൽ എന്താണെന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് കുരുമുളകാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഇങ്ങനെ ചിലതിൽ നിന്നൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇത് അമ്മ പറമ്പിലൊക്കെ പോയിട്ട് വരുമ്പോൾ പെറുക്കിയിട്ട് വന്നിട്ടുള്ളതാണേ. അപ്പോൾ ഒന്ന് നല്ല വെയിലാണല്ലോ, അപ്പോൾ നിരത്തിയിടാന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. ഇത് ചിലത് ഇതാ പച്ചയൊക്കെ ഉണ്ട്, ചിലതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതുമാണ്. ചപ്പയൊക്കെ ഉണ്ട് കേട്ടോ ചിലത്. അപ്പോൾ നല്ല കുരുമുളകൊക്കെ നമ്മൾ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ചിങ്കൊക്കെ, ഇതിന് നമ്മളിവിടെ ചിങ്ക് എന്നാട്ടോ പറയാറ്. അപ്പോൾ അധികം മൂക്കാതെ കൊഴിഞ്ഞ് വീഴതാണല്ലോ. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ആൾക്കാർ വരുവേ. ഇതെന്താ പൽപ്പൊടി ഉണ്ടാക്കാൻ അങ്ങനെ എന്തിനൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാ ഇത്രയും നേരം നമ്മുടെ ആവണിക്കുട്ടിയുടെ ഒച്ചയും ബഹളമൊന്നും കേൾക്കാതെ ഇത് വേറൊന്നും അല്ലാട്ടതാ. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുറച്ച് നേരമായിട്ടോ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് നല്ല ഉറക്കമാണ്. ഞാൻ തൊട്ടിട്ട് പോലും ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും നന്നായിട്ട് ഉറങ്ങട്ടെ. അതാണ് അവിടെ മുട്ടക്കറിയിലേക്കുള്ള സവോളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയിലേക്കുള്ള സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വേണമല്ലോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തക്കാളി തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമുക്ക് തക്കാളി പറിച്ചെടുക്കാം. പഴുത്തതൊന്നുമില്ല, പച്ചയാണുള്ളത്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതൊന്ന് കെട്ടിവിടാനായിട്ടുണ്ടേ. കെട്ടിക്കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടക്കറി അതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് അടുക്കുവാണേ. അപ്പം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി പിഴിഞ്ഞൊഴിക്കാനുണ്ട്. ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകിയൊരു ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട് അല്ലേ. എന്തായാലും ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞൊഴിക്കാം. മുട്ടക്കറിയിലേക്ക് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചുരവി എടുക്കട്ടെ. അതിന്റെ പാല് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. തേങ്ങാപ്പാല് ഒഴിച്ചിട്ട് വെക്കുന്ന മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ തേങ്ങാ ചുരവി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ ചുരവിയിലാണല്ലോ നമ്മൾ ഇത്രയും ദിവസം ചുരവിക്കൊണ്ടിരുന്നത്. നമ്മുടെ പുതിയ ചെറുവിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഏട്ടൻ പുറത്തു പോയപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആളുടെ അടുത്ത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ വാങ്ങിയിട്ട് വന്നതാണേ. അപ്പൊ എന്തായാലും എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നുകയും ചെയ്തു ഈ ഒരു ചിരവിയിൽ ചുരവുമ്പോൾ. പെട്ടെന്ന് ചുരാനും പറ്റുന്നുണ്ട്, മാത്രമല്ല നമുക്ക് അങ്ങനെ കുനിഞ്ഞിരുന്ന് ചുരവേണ്ട ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ചുരവിയും കഴിയും. നമുക്ക് പെട്ടെന്ന് തന്നെ ചുരവി എടുക്കട്ടെ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ നമ്മളതാ ചുരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തേങ്ങയും നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ തേങ്ങ ചുരവി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ചുരവിയൊക്കെ നന്നായി തുടച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു സംഭവമായിട്ട് അടച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്. കാരണം ഞാൻ വാവേനൊക്കെ ഇവിടെ കൊണ്ട് ഇരുത്താറുള്ളതുകൊണ്ടേ അവളുടെ കൈ തട്ടി മുറിയോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് അടുക്കളയുടെ സ്ലാവിലാണ്. ഇവിടെ അതിനുവേണ്ടി കുറച്ച് സ്പേസ് കൂടി ഉള്ളതുകൊണ്ട് പിന്നെ സേഫ് ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ ഒരു പാലൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം ചൂടുവെള്ളം ഒഴിക്കുന്നത് പറഞ്ഞല്ല, ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ പാലൊക്കെ പിഴിഞ്ഞ് വരും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പച്ചവെള്ളത്തിലൊക്കെ പാല് പിഴിയാൻ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ കുറെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യേണ്ടി വരും. പാലൊക്കെ പതുക്കെ വരും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാച്ചെലവ് എന്തായാലും നല്ല കംഫർട്ട് തന്നെയാണ്. കാരണം എല്ലാവരുടെ വീട്ടിലേക്ക് ഉണ്ടാവും കേട്ടോ. എന്നാൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എടുത്തിട്ട് സർപ്രൈസ് ആയിട്ടാണല്ലോ വാങ്ങിയിട്ട് വന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ആളുടെ അടുത്തൊരു ചെറിയ സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാമായിരിക്കും, നമുക്ക് മറ്റേ വേറൊരു ചുരവുണ്ടല്ലോ, നോർമൽ ചുരവ, അതാണ് ഞാൻ ചുരവിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും അതിൽ ചുരവുമ്പോൾ എനിക്ക് അത്ര കംഫർട്ട് തോന്നാറില്ല കേട്ടോ. കാരണം അതിൽ നമ്മൾ കുനിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ തേങ്ങയൊക്കെ ചുരവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അതിൽ കുനിഞ്ഞിരുന്ന് തേങ്ങ ചുരവുന്ന ആ ഒരു കഷ്ടപ്പാട് കാരണമായിരിക്കണം എന്റെ അടുത്ത് എനിക്കിത് വാങ്ങി തന്നത്. എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്.
അപ്പൊ നമുക്ക് അധികം സംസാരിച്ച് ടൈം കളയണ്ട. കാരണം ആവണിക്കുട്ടി ഇപ്പൊ നല്ല ഉറക്കാണ്, ആളെ എപ്പോ എണീക്കും അറിയില്ല. അപ്പൊ എന്തായാലും എണീക്കുമ്പോഴത്തേനും നമുക്ക് എന്നത്തെയും പോലെ ബാക്കി പരിപാടികൾ ഫുള്ള് ഒന്ന് തീർക്കട്ടെ ഗൈസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കറണ്ട് പോയതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ നല്ല പ്രശ്നം. കറണ്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിന്റെ നല്ലൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും നന്നായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അടുക്കള കുറച്ചൊന്ന് അലങ്കോലായി കിടക്കട്ടെ. അപ്പൊ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ബേസിനിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചൊന്ന് നീറ്റാക്കി ഇടാം. ഇപ്പോഴും നമ്മുടെ സ്വത്ത് എണീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിൽ തന്നെയാണേ. പിന്നെ ഇന്ന് നമുക്ക് അത്ര വലിയ തിരക്കുള്ള ദിവസമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. 4 മുട്ടയെ ഞാൻ ഇതിൽ പുഴുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ആ ഒരു ഗ്രേവി ഒക്കെ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന ഒരു ടൈം ആകുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് പിടിക്കുമല്ലോ ഗ്രേവി. അപ്പൊ അടുക്കളയൊക്കെ നമ്മൾ തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു കലാപരിപാടിയാണ് നമ്മുടെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കല്. പിന്നെ നമുക്ക് പാത്രം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഇതൊക്കെ തീർന്നിട്ടുണ്ട് ലോഷൻ. അപ്പൊ നമുക്ക് കുറച്ച് ലോഷൻ ഒന്ന് ഒഴിച്ചെടുക്കാം. ഈ ഒരു പാത്രം കഴുകലൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോവില്ല അല്ലെ ഗൈസ്. നമ്മുടെ ലൈഫിൽ എന്നും നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അധികമൊന്നും ഇല്ലാണ്ട് ഒന്ന് കുറച്ച് തന്നെ ഉള്ളു. അപ്പൊ കയ്യോടെ കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ പണിയാകും. അപ്പൊ കയ്യോടെ കഴുകി വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നല്ല ശക്തിക്കാണ് വെള്ളം വരുന്നത്. അപ്പൊ ഇങ്ങനെ നല്ല ശക്തിക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഉറവിന് നേരിട്ട് ഓസിട്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ശക്തിക്ക് വെള്ളം വരുമ്പോ നമ്മള് പല സ്ഥലത്തും ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ജോയിന്റ് ഒക്കെ തള്ളി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ നല്ല രീതിയിൽ തണുപ്പാണ്. വെള്ളത്തിന് മാത്രമല്ല കേട്ടോ, പൊതുവേ നമുക്കിവിടെ രാവിലെയും വൈകുന്നേരം വലിയ തണുപ്പാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണെങ്കിൽ പോലും പുറത്തൊക്കെ നല്ല അത്യാവശ്യം വെയിലാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു ചെറിയ തണുപ്പ് തന്നെയാണ്. പിന്നെ വൃശ്ചിക മാസം കൂടി ആയല്ലോ. വൃശ്ചിക മാസം ആയിക്കഴിഞ്ഞാലും ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നമുക്ക് കട്ടപ്പടി നല്ല തണുപ്പാണ്. അപ്പൊ ഈ ഒരു തണുപ്പ് എല്ലാവരും ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഉണ്ടാവുമായിരിക്കണം. രാവിലെയും വൈകുന്നേരമൊക്കെ എന്തായാലും ഉണ്ടാവുമായിരിക്കും. കാരണം ഈ ഒരു ടൈമാണ് പൊതുവേ നല്ല തണുപ്പുള്ള ഒരു സമയം കൂടിയാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ കഴുകി തീർന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതോട് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ഈ റാക്കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അവൾ എനിക്ക് ഈ റാക്കൂടി ഒന്ന് സെറ്റാക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ പാത്രങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് അവൾ എനിക്കൊന്നും എനിക്കൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും ഇത്ര നേരം എണീച്ചിട്ടില്ല ആള്. അപ്പം നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് അടിച്ചിടാം. ഈ റൂമൊക്കെ നന്നായിട്ട് അടിച്ചിട്ടതാണ് കുറച്ച് നേരത്തെ. ഇങ്ങനെ ഹാളും സിറ്റ് ഔട്ടൊക്കെയാണ് അടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഹാൾ അടിച്ചതിന് ശേഷം നമുക്ക് സിറ്റ് ഔട്ട് അടിക്കാം. ഞാനിപ്പോൾ ഫുൾ ടൈം നമ്മുടെ ഡോർ രണ്ടും ഇങ്ങനെ അടച്ചിടാറാണ്. അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആളുകുട്ടി നേരെ പോകുന്നത് പൈപ്പിൻ ചുവട്ടിലേക്കായിരിക്കും. പിന്നെ നല്ല വെള്ളത്തിൽ കുളിച്ചാണെങ്കിൽ ഞാൻ പൈപ്പിൻ ചുവട്ടിൽ പൊക്കി എടുത്തിട്ട് പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ അടിച്ചു വരലൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മുടെ വാവുകുട്ടി എണീച്ചിട്ടില്ല. നല്ല ഉറക്കമാണ് അയാൾ. എന്തായാലും ഉറങ്ങട്ടെ. അപ്പം എന്തായാലും അടിച്ചു വാരി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വലിയൊരു ടാസ്ക് ഇതാ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തുണി നമുക്ക് മടക്കാൻ വേണ്ടിയിട്ട് ഞാനതപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ രാവിലെ കുറച്ച് കാപ്പിക്കുരു മിച്ചത്ത് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് പോയിട്ടൊന്ന് ചിക്കിയിടാം. അപ്പോൾ ഒന്ന് അതായത് ഒന്ന് ഇളക്കിയിടാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ വെയിൽ തട്ടാത്ത സ്ഥലം കൂടി നന്നായിട്ടൊന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇളക്കിയിടാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പറിച്ചതാണ് ഈ അടുത്ത്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് പറിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടെറസിലൊന്നും കയറ്റിയിട്ടില്ല. ഇവിടെ തന്നെ ഇട്ടിരിക്കുവാണേ.
ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും നന്നായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചിക്കിയിടട്ടെ. അടി ഇതേപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിടുവാണെങ്കിൽ അടിയും പെട്ടെന്ന് ഉണങ്ങുമല്ലോ. നല്ല വെയിലുണ്ട് എന്തായാലും. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അതാണ് വെള്ളമൊന്നും കയറ്റായിരുന്നത്. നാളത്തേക്കുള്ള അരി ഒന്ന് വെള്ളത്തിലിടണം. അപ്പോൾ അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടേ. നന്നായിട്ടൊന്ന് കഴുകിയിട്ടിടാം. ഒരു 2 വട്ടം നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഇടുന്നത്. എന്നിട്ട് പിന്നെ അരയ്ക്കാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാൻ മതിയല്ലോ. അധികം ചെളിയൊന്നും ഇല്ല കേട്ടോ, നല്ല അരി തന്നെയാണ്. ചില സമയത്തൊക്കെ വാങ്ങിക്കുന്ന അരി നല്ല ചെളി കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലൊട്ടും അങ്ങനെ ചെളിയൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. അങ്ങനെ ഇതാ എന്റെ സ്വത്ത് എണീച്ചിട്ടുണ്ട് ഗായ്സ്. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ കുട്ടി പിന്നെ നേരെ കയറി ഇരുന്നോളും. അല്ലടാ പൊന്ന, എന്താ വേണ്ടേ? അമ്മ എടുക്കാലോ, അമ്മയുടെ പൊന്നിനെ എടുക്കാലോ. ബാ, വേണ്ടേ? എടുക്കണ്ടേ? ഞങ്ങളിപ്പോ നല്ല തണുപ്പായതുകൊണ്ട് എന്നും വൈകുന്നേരം ആയ സെറ്ററിൽ കയറും അല്ലെ കുഞ്ഞാവേ? വളരെ കുഞ്ഞാവേ. തണുപ്പായതുകൊണ്ട് തന്നെ എന്റെ സ്വത്തിന് ചെറിയ ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. ഇനി ഒന്ന് ആവി പിടിച്ചു കൊടുക്കണം. അപ്പൊ ഇടയ്ക്കൊന്ന് ആവി പിടിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ് കേട്ടോ ജലദോഷം. അപ്പൊ എന്തായാലും കുളിച്ചിട്ടുമില്ല അവള്. അപ്പൊ എന്തായാലും അവളെ ഒന്ന് കുളിപ്പിക്കണം. അപ്പൊ തലയൊന്നും ഞങ്ങൾ കുളിക്കണില്ല, ഞങ്ങൾ ദേഹം മാത്രമേ കുളിക്കണുള്ളൂ അല്ലേ വാവേ? എന്തേ? അത് കുരുമുളക് നിരത്തിയിട്ടതാടെ പൊന്നെ അമ്മ. ആ ഉണങ്ങട്ടെ കേട്ടോ. അതവിടെ നല്ല വെയിലല്ലേ, ഉണങ്ങട്ടെ. അപ്പാപ്പു വാങ്ങണ്ടേ? അപ്പാപ്പു വാങ്ങിത്തരാലോ കുഞ്ഞാവയ്ക്ക്. എന്തേ? അപ്പം ഞാൻ ആവണിക്കുട്ടിക്ക് ആവി പിടിക്കാനുള്ള വെള്ളം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം ഇതൊരു 5 മിനിറ്റ് എടുക്കും നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ വെള്ളമൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആവി പിടിക്കാൻ വേണ്ടി. അപ്പം എന്തായാലും വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പനിക്കൂർക്കയില ഇട്ട് കൊടുക്കാം. ഞാൻ വിക്സ് ഇടാന്നാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ വിക്സ് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എങ്ങാനും കുഞ്ഞാവയ്ക്ക് ഇനി ചിലപ്പോ നീറും എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ പനിക്കൂർക്കയില ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാവട്ടെ ചെറുതായിട്ടൊന്ന്. ബാ നമുക്ക് ആവി പിടിക്കാം സ്വത്തെ. ഞങ്ങൾക്ക് ആവി പിടിക്കാം. ആയിട്ട് തന്നെ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി എന്തായാലും ഞങ്ങൾ പതുപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് ആവി പിടിക്കട്ടെ. ഞങ്ങൾ കൂടാറ്റി കയറിയല്ലോ. ഞാൻ ഇതെവിടെയാ പിന്നെ അവരെ കാണുന്നില്ല. ആവിക്കുട്ടീനെ കാണുന്നില്ലല്ലോ. ആവി വരുന്നുണ്ടോ സുധു? നമ്മളന്ന് നട്ട പയറൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. മാത്രമല്ല പയറൊക്കെ ഇതാ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ കുറേ പൂവുണ്ട്, അതുപോലെ തന്നെ ഇതാ ചെറിയ ചെറിയ കായൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു ശല്യം എന്താന്ന് വെച്ചാൽ ഉറുമ്പിന്റെ ചെറിയ ശല്യങ്ങളുണ്ട്. ഉറുമ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ പുഴുക്കള്. കുഴപ്പമില്ല, അതിനുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ വലിയ രീതിയിൽ കളയൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് പറിച്ച് കളയണം. അപ്പൊ നമുക്ക് ആ ചെറിയ ഇടയിലുള്ള ഓരോ കളകളൊക്കെ കൈയോടെ തന്നെ അങ്ങ് പറിച്ച് കളയുകയാണെങ്കിൽ പിന്നെ നമുക്കത് വലിയ കാടായിട്ട് പിന്നെ വലിയൊരു പണി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കളയട്ടെ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ കിലുക്കം കേൾക്കാൻ പറ്റുന്നുണ്ടാകും. അത് വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ ആവണിക്കുട്ടി എണീച്ചത് കൊണ്ട് തന്നെ ഞാൻ അവളെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ കിലുക്കമാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്തേ അമ്മയുടെ പൊന്നിത് എവിടെ വന്നതാ? ഒത്തേ അപ്പൊ ഞാൻ ആ ഒരു ഉറുമ്പിന്റെ ശല്യത്തിൽ നിന്നൊക്കെ നമ്മുടെ പയറിനെ സംരക്ഷിക്കേണ്ട കടമയുണ്ടല്ലോ നമുക്ക്. അപ്പം അതിനുവേണ്ടി ഞാനിതാ ചാരം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുപ്പിലെന്നും നമ്മൾ തീ കത്തിക്കാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ചാരം ഞാനിതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ കോരി വെക്കും. ഇത്ര അല്ലാത്ത ഇനിയുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചാരം വെതറി കൊടുക്കുകയാണെങ്കിൽ പുഴുവിന്റെ ശല്യം ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഈ ഉറുമ്പിന്റെ ശല്യമൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയേ. മാത്രമല്ല ഇതൊന്നും കെമിക്കലൊന്നും അല്ലല്ലോ.
നമ്മൾ അവിടെ മാത്രമല്ല കേട്ടോ പയർ നട്ടിട്ടുള്ളത്, ഇവിടെയും കൂടി നമുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കൊത്തി കളിച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെയും കുറച്ച് പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു പയർ നട്ടിട്ട്. അപ്പം നമുക്ക് ഇതിന് ശേഷം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, നട്ടതിന് ശേഷം നന്നായിട്ട് മഴ കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളച്ച് വന്നിട്ട്, മാത്രമല്ല മണ്ണൊക്കെ നല്ല രീതിയിൽ തണുത്ത് കിടക്കുവാട്ടോ, നല്ല രീതിയിൽ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട് മണ്ണൊക്കെ നല്ല ലൂസായിട്ട്. അപ്പോൾ മുളച്ച് വന്നിട്ടുണ്ടല്ലോ, നമുക്കിനി അതിലേക്ക് കുറച്ച് ചാരിട്ട് കൊടുക്കാം. അപ്പോൾ ഉറുമ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ചാരിട്ട് കൊടുക്കാം, അതങ്ങ് മാറുമല്ലോ. ഇവിടെ നമ്മൾ പയർ നട്ടത് നമ്മൾ അവിടെ നട്ട രീതിയിലല്ല കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നട്ടിട്ടുള്ളത്. മറ്റേത് അവിടെ നട്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് കുറച്ചുകൂടി അടുത്ത് പോയി, കാരണം നന്നായിട്ട് ഇപ്പോൾ പടർന്നല്ലോ. ഇതുപോലെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ ആണെങ്കിൽ നല്ലതാണല്ലോ. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഇതാ ഈ ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ കുഞ്ഞു മക്കളൊക്കെയുള്ള വീട്ടിൽ എന്തായാലും ഓരോ ചെറിയൊരു തണ്ട് കൊണ്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പനിക്കൂർക്കയാണ്. അപ്പോൾ ഇത് എങ്ങനെ നടുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നട്ടാൽ മതി, പെട്ടെന്ന് തന്നെ പൊട്ടിക്കിളിർക്കും. നമുക്കിത് 2-3 സ്ഥലത്തായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് പൊട്ടി തിളിർപ്പുണ്ട്. മാത്രമല്ല നമുക്ക് നല്ല തണുപ്പാകുമല്ലോ. തണുപ്പൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കുകയാണ്. നമുക്ക് വിക്സ് ഒക്കെ ഇട്ടിട്ട് ആവി പിടിക്കുന്ന ആ ഒരു പവർ തന്നെ ആട്ടോ കിട്ടുക. അപ്പോൾ മാത്രമല്ല ഇത് നമുക്ക് തലയിലൊക്കെ തേക്കുന്നത് നല്ലതാണ്, നമ്മുടെ ഹെയറിനൊക്കെ, ഹെയർ ഗ്രോത്തിന് പോലെ തന്നെ തലയിലേക്ക് നീരിറങ്ങാതിരിക്കാനൊക്കെ നല്ല അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വാവയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പുഴുക്കേടോ പുഴുക്കുത്തോ അങ്ങനെ ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ്. പിന്നെ ഇതിൻ്റെ ഇല നല്ല കട്ടിയുള്ള ഇലയാലേ, കാണാനും നല്ല രസമാണ്. ഗൈസ്, അപ്പോൾ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവളെക്കൂടി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ വെറുതെ ഇരിക്കില്ലല്ലോ, ഇന്ന് അവൾ അങ്ങനെ തന്നെയാണ്. ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിന് തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, ഇപ്പോൾ അവിടെ മുട്ടിലിറങ്ങി നല്ല കളിയാണ്. അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ അവളെക്കുട്ടി ഒന്ന് പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കുമായിരുന്നു, അതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. ഇതാരും നടക്കണം, നമ്മുടെ പൊന്ന് നടക്കുവാണോ? സുത്തു ഇത് എവിടേക്ക് വരുവാ? നമ്മുടെ പൊന്ന് ഓടി ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ, ബാ. ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് ഗൈസ് അവൾ അത്യാവശ്യം ഇതേപോലെ നടക്കാൻ തുടങ്ങിയത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ അങ്ങ് വീഴുക, അത് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ. വീണാണ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അമ്മ എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് എണീച്ചിട്ടുണ്ട്. പിന്നെയും വീണു കേട്ടോ. ഞങ്ങൾ വീണാണ് നടന്ന് പഠിക്കുന്നത്. എന്തായാലും അവിടെ പൊന്നേ, ഇത് എവിടെ പോവാ? നടന്നല്ലോ നമ്മുടെ സ്വത്ത്. നല്ല ഹാപ്പിയാണ് ആളെ. അപ്പൊ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് അവളിങ്ങനെ നടക്കുന്നതിൽ. അപ്പൊ നടത്തം മാത്രമല്ല കേട്ടോ, കൂടെ അവളുടെ ഗാനമേളയും കൂടി ഉണ്ട്. അപ്പൊ പാട്ടൊക്കെ പാടിട്ടാട്ടോ ആളെന്തായാലും നടന്നു വരുന്നത്. അപ്പോൾ കാരണം നല്ല രസമുണ്ടല്ലേ ഗൈസ്. അപ്പം അവൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി പെട്ടെന്നൊരു പ്രാക്ടീസ് ആയത്. അവൾ നമ്മുടെ സോഫി കൂടെ ആ ഒരു അറ്റത്തേക്ക് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ പതുക്കെ പതുക്കെ നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറേ നടന്ന ആൾ പ്രാക്ടീസ് ആക്കി. അപ്പൊ അതാണ് ഇപ്പോൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാനുള്ള ഒരു ചെറിയൊരു പ്രാക്ടീസ് ആയിട്ടുള്ളത്. അപ്പൊ എന്ത് രസമല്ലേ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ആദ്യമൊക്കെ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. 2-3-4 അടിയൊക്കെ വെച്ച് തന്നത് സ്വാഭാവികമാണല്ലോ. ആദ്യം ഇങ്ങനെ കുഞ്ഞടി വെച്ചിട്ടാണ് നമുക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ നടന്ന് വരിക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ, കാരണം ഇപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും ആയിട്ടുണ്ട്. തണുപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ചീവീട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ചീവീടിൻ്റെ ഒരു ശല്യം നമുക്ക് ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ചീവീടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.